നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിപ്പോ വലുത് എന്റെ മോളാ. സൂര്യ കണ്ടില്ലേ? ഇല്ല വിളിച്ച സൂര്യ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന്. ഇന്നലെ വിളിച്ചപ്പോ സൂര്യനോട് പറഞ്ഞ് ഭാവനയില്ലാതെ നമ്മളെ ഒന്നും മുന്നിലേക്ക് സൂര്യ വരത്തില്ലെന്ന്. സൂര്യ അത്രമാത്രം വിഷമിക്കുന്നുണ്ട് മാമ. ഇന്നലെ ആ സമയം മുതൽ സൂര്യ ഭാവനയെ തേടി നടക്കോ. ആ അജയനെയും പ്രസീതം കണ്ടില്ലേ? അവർക്കും 2 കൊടുക്കണായിരുന്നു. 2 പേർക്കിട്ട് നല്ലപോലെ ഞാൻ കൊടുത്തിട്ടുണ്ടോ വല്യമ്മേ? ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ഒരുത്തനും ജീവനോടെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ഞാനും കൂടെ വരേണ്ടതായിരുന്നു. ആ അജയനെയും പ്രസീതയും നല്ലതുപോലെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സത്യം പറയുമായിരുന്നു. ആ വീട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു കെണി ഒരുക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാനും അത് തന്നെ മാമ ചിന്തിക്കുന്നേ. എത്രയായാലും നേരത്തെ അവരീ ചെയ്തതിന്റെ പേടി കാണാതിരിക്കൂ. ആർക്ക്? അവർക്കോ? ഇല്ല മായ, ഇവരെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് ഒരിക്കലും പേടി കാണില്ല. ഇവരൊക്കെ കാശിനും സമ്പത്തിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ വേണമെങ്കിലും കൊല്ലും. സേതു, ഇനി നമ്മൾ ആലോചിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും വേഗം ഭാവന മിസ്സിംഗ് ആണെന്നുള്ളൊരു വാർത്ത പുറത്തു വിടണം. ഇത്രയും സമയം നമ്മൾ കാത്തിരുന്നില്ലേ? വൈകും തോറും കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. അതെ സേതോട്ടാ, സൂര്യോടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇനി അതാ നല്ലത്. അങ്ങനെയാകുമ്പം ഭാവന അറിയാവുന്നവരെല്ലാവരും ഇതിൽ ഇടപെടും. എന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യേ. സേതു, അനിരുദ്ധന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇനി അവൻ ജയിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല. ഒന്നാമതേ അന്നത്തെ കേസ് ഇപ്പോഴും നിലനിൽക്കുക.